കേൾക്കരുടെ നിയമനം അദ്ദേഹം പറഞ്ഞത് വിജയിച്ചതിന് ശേഷം ഞാൻ കേട്ട ഏറ്റവും വലിയ തമാശയാണ് എന്നുള്ളതാണ്. അദ്ദേഹം നളിനി നെറ്റോയുടെ അടക്കം നിയമനം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇതിനെ അങ്ങ് സാധൂകരിക്കുകയും വിശദീകരിക്കുകയൊക്കെ ചെയ്യുന്നത്. പക്ഷേ അന്നുള്ള ഒരു തിരഞ്ഞെടുപ്പ് സാഹചര്യമല്ല നമ്മളുടെ കേരളത്തിൽ എന്നുള്ളത്. കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഉള്ളത്. ഇവരുടെ തന്നെ പാർട്ടിയുടെ ദേശീയ നേതാവ്, അതായത് രാഹുൽ ഗാന്ധി തന്നെയാണ് വോട്ട് ചോരി വലിയ PPT പ്രസൻറ്റേഷൻ അടക്കം അദ്ദേഹത്തിന് വലിയ റിസർച്ചുകൾക്കും ഒടുവിൽ വലിയൊരു വിഷയം രാജ്യത്തിന് മുന്നിൽ പ്രസൻറ്റ് ചെയ്യുകയാണ് അദ്ദേഹം. അത് ഒരു വേള നമ്മൾക്കത് വിശ്വസനീയമായ കാര്യവും പോലുമാണ്. നമ്മൾക്കും അത്തരം ഡാറ്റകളിലൂടെ കടന്നു പോകുമ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ട്. അതിൻ്റെ അലയൊലികളും അതിൻ്റെ ചൂട് പിടിച്ചുള്ള കാര്യങ്ങളും സംശയിക്കാവുന്ന ഘടകങ്ങളും നമ്മൾക്ക് ഇവിടെ തൃശ്ശൂരടക്കം കേരളത്തിലടക്കം ഉണ്ടായിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പിൽ വലിയൊരു ആരോപണം തന്നെ ഇത്തരം ഡീൽ ആരോപണങ്ങൾ വരുന്നു, വോട്ട് മറിക്കൽ ആരോപണങ്ങൾ വരുന്നു, ഇതൊക്കെ വരുന്നുണ്ട്. ഇനി EVM തിരിമറിയുടെ കാര്യങ്ങൾ വരുന്നു. പിന്നെ ബംഗാളിൽ ഏറ്റവും വലിയ പ്രശ്നമായിരുന്നു SIR എന്നുള്ളത്. SIR വഴി വോട്ട് വെട്ടുകയും അതുവഴിയാണ് ഇവിടെ അധികാരം പിടിക്കുക എന്നുള്ളത് തൃണമൂൽ അവിടെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുക. അത്തരം ആക്ഷേപങ്ങൾ കോൺഗ്രസിനുണ്ട്, CPIഎമ്മിനുണ്ട്, മറ്റു പാർട്ടികൾക്കും അവിടെ ഉണ്ട്. ഈ തെക്കേ ഇന്ത്യയിലെ ഈ കേരളത്തിലിരിക്കുന്ന നമ്മൾ പോലും വളരെ ആശങ്കയോടും സംശയാസ്പദവുമായിട്ടാണ് കണ്ടിരിക്കുന്നത് അവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസർ അവിടെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചൊരു കാര്യം. ഈ കോൺഗ്രസ് അടക്കമുള്ള പാർട്ടികൾ അത്രയധികം എന്ന് വെച്ചാൽ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള ഒരു നേതാവ് അതിനെ ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറയുന്നത് പോലെ മറ്റൊരു വാക്കുകളിൽ അതിനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്ന സാധാരണക്കാർ പോലും ഇതിലെപ്പോൾ കുഴപ്പമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എന്താണ് ഈ പറയുന്നത് പോലെ ടാലൻറ്റഡ് ആയത് വലിയ തിരഞ്ഞെടുപ്പ് പോലെയുള്ള ഒരു സംഗതിയെ നയിക്കുവാൻ വേണ്ടിയിട്ട് എത്രയും കഴിവുള്ള നല്ല കാര്യപ്രാപ്തനായ ഒരു നേതാവ്, ഒരു ഉദ്യോഗസ്ഥൻ എന്ന നിലക്ക് മാത്രമേ നമ്മളൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറിനെ പരിഗണിക്കേണ്ട കാര്യമുള്ളൂ. പക്ഷേ ഇതിൽ ചില പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് ഇവരുൾപ്പെടുന്ന പാർട്ടിയിലുള്ള ആളുകൾ ഇത്രയധികം മുറവിളി കൂട്ടത് കൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള സാധാരണക്കാരും അത് വിചാരിക്കുന്നത്. എന്തുകൊണ്ട് ബംഗാളിലെ സമാനമായ സാഹചര്യം കേരളത്തിൽ ഇല്ല എന്നങ്ങ് അടച്ചു പറയാൻ പറ്റുന്നത്? എനിക്ക് എന്തായാലും പറയാൻ പറ്റുന്നില്ല. കാരണം BJP സീല് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ലെറ്റർ പാഡിൽ വന്നതാണ്. ഈ തിരഞ്ഞെടുപ്പ് കാലയളവിൽ ഇത്രയും പ്രാപ്തിയുള്ള അത്രയധികം ക്രിയാത്മകമായി ഇടപെടുന്നു എന്ന് പറയുന്ന ഒരു ചീഫ് ഇലക്ടറൽ ഓഫീസറിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ഒരു പിഴവായിരുന്നു അത് സാങ്കേതിക പിഴവെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ഒഴിഞ്ഞു മാറുകയാണ് ഇത്. മറ്റും ചില ആക്ഷേപങ്ങൾ ഉണ്ടായി അദ്ദേഹത്തിനെതിരെ. ഇന്ന് തന്നെ മുഖ്യമന്ത്രി VD സതീശൻ പറയുന്നുണ്ട് എൻ്റെ ഓഫീസാണ് ഏറ്റവും കൂടുതൽ കത്തുകളും ചില വിമർശനങ്ങൾ അദ്ദേഹത്തെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ പ്രശ്നങ്ങളുണ്ട്. ഇന്നിപ്പോൾ MV ജയരാജൻ അടക്കം പറയുന്നത് ഒരുപാട് തവണ രാഷ്ട്രീയ കക്ഷികളുമായിട്ടൊക്കെ ചർച്ച നടത്തുകയും വലിയ SIRൽ പ്രശ്നങ്ങളുണ്ട്, വോട്ട് വെട്ടിപ്പോകുന്ന പ്രശ്നങ്ങളുണ്ട്. ഒരു ഘട്ടത്തിൽ CPM മാറി നിൽക്കാൻ തന്നെ തീരുമാനിച്ചിരുന്നു ഇതിൽ നിന്ന്. പിന്നീടാണ് ഇതിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഈ സംഗതിയാകെ കൈവിട്ടു പോകുമെന്നുള്ള ബോധ്യത്തിലാണ് പിന്നീട് ഇതിലേക്ക് കൂടുതൽ ഉൾക്കരുത്തോടെ വന്നിട്ട് ഇപ്പോൾ വോട്ട് ചേർക്കുന്ന നിലയുണ്ടായിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനൊരു പ്രശ്നം ഇവിടെ ഉണ്ട്. ഈ ഘട്ടത്തിൽ അധികാരം പിടിക്കുവാൻ വേണ്ടി SIR അടക്കമുള്ള ഇതുപോലെ വോട്ട് ചോരി അടക്കമുള്ള ഒരു കാര്യങ്ങൾ ആയുധമാക്കുന്ന ഒരു സമയത്താണ് നിലവിലൊരു ചീഫ് ഇലക്ടറൽ ഓഫീസറെ അദ്ദേഹം സെക്രട്ടറിയായി നിയമിക്കുന്നത്. അത് ഈ പറഞ്ഞതുപോലെ വിത്തിൻ ഡേയ്സ് അതായത് മറ്റെല്ലാ ആക്ഷേപങ്ങളും അങ്ങ് മായ്ച്ചു കളഞ്ഞു. അല്ലെങ്കിൽ അതിലൊരു കൃത്യമായ വിശദീകരണമോ, പിന്നെ അത് മാത്രമല്ല, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് കണക്കുകൾ ഉണ്ടായിരുന്നില്ല. പോസ്റ്റൽ വോട്ടുകൾ അദ്ദേഹം വെട്ടിക്കളയുന്ന ഒരു നിലയുണ്ടായിരുന്നു. എത്രയും പേർ 20,000-ഓളം അധികം പേർക്ക് വോട്ടുകളുണ്ട്. അപ്പം ഇത്തരം പ്രശ്നങ്ങൾ ഇവിടെയുണ്ട്. ആ ഘട്ടത്തിലാണ് അദ്ദേഹം വിമർശന വിധേയനാവുന്നത്. അതെങ്ങനെയാണ് തമാശയാവുന്നത്? എനിക്കത് തമാശയായിട്ട് തോന്നുന്നേയില്ല ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ. അപ്പോൾ അദ്ദേഹം പറയുകയാണ് അത് തമാശയാണ് എന്നുള്ളത്. അപ്പോൾ ഞാൻ നോക്കുന്നത് ഇനി ഈ പറയുന്നത് പോലെ ഇദ്ദേഹത്തിന് ഇത്രയും ലാളിത്യത്തോടെയാണ് ആ കാര്യങ്ങളെ അതിനൊരു സ്പേസ് ഇവിടെയുള്ള മാധ്യമങ്ങളടക്കം കൊടുക്കുകയും ചെയ്യുന്നുള്ളതാണ്. അവിടുന്ന് ഒരു ചോദ്യം പോലും ഇങ്ങനെ ഉണ്ടായില്ലേ അന്ന് അദ്ദേഹത്തിനെതിരെയുള്ള ആക്ഷേപങ്ങൾ പറയൂ എന്ന് പറയുമ്പോൾ ആരും ചോദിച്ചത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ ഇത്തരം അദ്ദേഹത്തിൻ്റെ ഈ രീതികളെ ആ രീതിയിൽ നിലവിൽ ഇപ്പോൾ സർക്കാരിനൊരു കൂളിംഗ് പീരീഡ് ആയിക്കോട്ടെ, നമ്മൾ ഈ പറയുന്നത് പോലെ അത്രയധികം ആക്രമിക്കേണ്ട എന്ന നിലയ്ക്കായിരിക്കും ഇന്ന് PSC ഒക്കെ ചെയ്തതുപോലെ. അതിൽ ചില നിയമനത്തിൽ അത് റാങ്ക് ലിസ്റ്റുകൾക്ക് തുല്യ പരിഗണന കൊടുക്കാത്ത ഒരു പ്രശ്നം, സാങ്കേതിക പ്രശ്നം അതിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നവംബർ 30 വരെ ഞങ്ങൾ നീട്ടുന്നു എന്ന് പറഞ്ഞിട്ട് ഉടൻ തന്നെ അതൊരു വലിയ കയ്യടിയിലേക്കും ഉദ്യോഗാർത്ഥികളടക്കം വലിയ സ്വീകാര്യതയും നമ്മുടെ മുഖ്യമന്ത്രി ഇങ്ങനെ ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു. പക്ഷേ രണ്ടാമത്തെ ദിവസം അത് ക്യാൻസൽ ചെയ്യുകയാണ്. ഇത് പറ്റില്ല, പുനഃപരിശോധിക്കണം, പുതിയ ശുപാർശ നൽകാം എന്ന നിലക്ക് മുഖ്യമന്ത്രി തന്നെ നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത്തരം വീണ്ടും വിചാരം ഇല്ലാതെയാണ് ഈ കാര്യങ്ങൾ പോലും ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ PSC ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത്, നമ്മളായിരുന്നു ആദ്യം ആ വാർത്ത കൊടുത്തിട്ട്, ഇന്ന് തീരുമാനിച്ചിരിക്കുന്നത് നേർക്കുന്ന ഒരു ഏറ്റുമുട്ടൽ തുടക്കഘട്ടത്തിൽ തന്നെ വേണ്ട. അതുകൊണ്ട് അവിടെയുള്ള LDF അംഗങ്ങളടക്കം അതിനോട് യോജിച്ചു, നീട്ടാം. പിന്നെ ഉദ്യോഗാർത്ഥികളുടെ കാര്യമാണ്, മനുഷ്യരുടെ കാര്യമാണ്. അതേ പറയുന്നത് പോലെയാ
ഇവിടെയും 610ഓളം കുടുംബങ്ങളുണ്ട്, ഇവരുടെ കാര്യങ്ങളാണ്. പിന്നെ അതുമാത്രമല്ല, ഇത്രയധികം ജനങ്ങളുണ്ട് കേരളത്തിൽ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായും ചില കാര്യങ്ങളിൽ ഇത്തരം ചില ക്ലിക്ക് ബൈറ്റുകൾ പോലെയുള്ള കാര്യങ്ങൾ പറഞ്ഞ് പോകാതെ അതിനെ ഒന്ന് ഇരുന്ന് വിശദീകരിക്കണം. 4 തവണ ഇത് ലൈറ്റാക്കിയത് കൊണ്ട് ഈ കാര്യങ്ങളൊന്നും അങ്ങ് ലൈറ്റായി പോകുന്നില്ല, മയപ്പെട്ടു പോകുന്നില്ല. അത് അത്രയും ഗൗരവത്തിൽ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെയുള്ളവർ തീർച്ചയായും അത് ചോദിക്കും, അത് ചിലപ്പോൾ ചോദ്യം ചെയ്യും, ചിലപ്പോൾ എഴുതും പലയിടങ്ങളിലും. അപ്പോൾ അത് വിവാദമാവും. ഇതിലെന്താ വിവാദമെന്ന് വളരെ നിഷ്കളങ്കമായി ചോദിച്ചതുകൊണ്ട് കാര്യമില്ല. അത് അദ്ദേഹത്തിൻ്റെ വടശ്ശേരി ദാമോദരൻ മേനൻ സതീശൻ എന്ന് പറഞ്ഞാൽ അതെൻ്റെ അച്ഛൻ്റെ പേരാണല്ലോ എന്ന് അദ്ദേഹം പറഞ്ഞതുപോലെ അത് അത്ര നിഷ്കളങ്കമായിട്ടൊന്നും ഒരു പേര് എൻ്റെ അച്ഛൻ്റെ പേരാണ് പറഞ്ഞാൽ അദ്ദേഹം പറഞ്ഞു കഴിയുമ്പോൾ നാട്ടുകാർക്ക് അത് തോന്നിയേക്കാം, അത് അച്ഛൻ്റെ പേരാണ് അതെന്ന് പറഞ്ഞില്ലേ. മുൻപ് ഇത്രയും കാലം പറയാത്ത ഒരു അച്ഛൻ്റെ പേര് അദ്ദേഹം എന്തുകൊണ്ട് മുഖ്യമന്ത്രിയായി പോയി പറഞ്ഞപ്പോൾ പറയുന്നു, അന്ന് മാത്രമേ അത് ഉയർന്നു വന്നത് എന്തുകൊണ്ട് എന്നൊക്കെ ഇവിടെയുള്ളവർ ചോദിക്കും. ഇവിടെയുള്ളവർ അങ്ങനെ ചോദിക്കുന്നവരും കൂടിയുണ്ട്. അവരെ കൂടി ഉൾപ്പെടുന്നതാണ്. അവരെ കൂടി അഡ്രസ്സ് ചെയ്യാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ട്. അപ്പോൾ പ്രതിപക്ഷ ശരീരഭാഷ കൊണ്ട് ദയവ് ചെയ്ത് അദ്ദേഹം ആളുകളെ അഭിസംബോധന ചെയ്യരുത്. മാധ്യമങ്ങളെ ആയിക്കോട്ടെ, അതുവഴി മാധ്യമങ്ങൾ വഴി ജനങ്ങളെയാണല്ലോ അഭിസംബോധന ചെയ്യുന്നത്. അങ്ങനെ ചെയ്യരുത്. അതൊരു താത്കാലിക രക്ഷപ്പെടൽ മാത്രമായിരിക്കും. 5 വർഷം അദ്ദേഹം ഇവിടെ നിൽക്കേണ്ടതാണ്. ചിലപ്പോൾ അത് കഴിഞ്ഞും ഇത്രയും നല്ല പെർഫോമൻസ് ആണെങ്കിൽ തീർച്ചയായും അത് കഴിഞ്ഞും നിൽക്കേണ്ടി വരുന്ന ആളുകൾ കൂടിയായിരിക്കും. അത് ഓർമ്മയിൽ വേണം. എന്നിട്ട് മാത്രമേ അത് ചെയ്യാവൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.